സംസ്ഥാനത്ത് 2026 ജനുവരി മാസത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചു. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്നവരിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 26.67 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ടുകൾ വഴിയും ഇതോടൊപ്പം തന്നെ 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി നേരിട്ടും തുക കൈമാറും. സർക്കാർ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് തുക എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ 7 ലക്ഷത്തോളം വരുന്ന വിധവാ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിൽ കേന്ദ്ര സർക്കാർ വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന NSAP വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി ജനുവരി 29 വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണം കൂടി ആരംഭിക്കുകയാണ്. കെട്ടിട നിർമ്മാണ മേഖലകളിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ 2 ഗഡു കൂടി അനുവദിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ. ഇതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായതോടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക അനുവദിക്കാൻ സർക്കാരിനും ഇടതുമുന്നണിക്കും മേൽ സമ്മർദ്ദമേറി വരികയാണ്. കുടിശ്ശികയിൽ 2 ഗഡുവെങ്കിലും അനുവദിച്ചേക്കും. 2023 ജൂലൈ, 2024 ജനുവരി മാസങ്ങളിൽ ലഭിക്കേണ്ടിയിരുന്ന ക്ഷാമബത്തയാകും അനുവദിക്കുക. ജനുവരി 29 അവതരിപ്പിക്കുന്ന ബജറ്റിൽ പ്രഖ്യാപിക്കണോ അതിനു മുൻപ് പ്രഖ്യാപനം നടത്തണോ എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനമെടുക്കും. മുൻകാല പ്രാബല്യവും അതിനനുസരിച്ചുള്ള കുടിശ്ശിക തുകയും നൽകാനിടയില്ല. ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനം അനുസരിച്ച് പെൻഷൻ തുക 2500 ഉയർത്തുമെന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. സംസ്ഥാന ബജറ്റിൽ വീണ്ടും ഒരു വർധനവ് കൂടി പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പെൻഷൻ തുകയിൽ വീണ്ടും വർധനവ് വരുത്തുന്നതോടുകൂടി പെൻഷൻ തുക വിതരണം ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമായി ചുരുക്കും. ഇതിന്റെ ഭാഗമായി ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള കാലാവധി 6 മാസം കൂടി നീട്ടിയതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ കാലാവധിക്കുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തവരുടെ പെൻഷൻ തടയരുതെന്നും മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടില്ലാത്തവർ അത് ഹാജരാക്കണമെന്ന് 2025 മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഡിസംബർ 31 വരെയാണ് നേരത്തെ ഇതിനായി സമയം അനുവദിച്ചിരുന്നത്. 62 ലക്ഷത്തിൽ പരം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 2.53 ലക്ഷം പേർക്കാണ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ളത്. ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള സമയമാണ് 6 മാസം കൂടി നീട്ടി നൽകിയിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂൺ 30 വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.